നാദ ബ്രഹ്മത്തിൻ്റെ മുഖ്യസാരഥിയും ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനുമായ ശ്രീ MD സോമശേഖരൻ, ഇന്നത്തെ ഈ മനോഹരമായ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ രഘുനാഥ്, പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ച ഡോക്ടർ രാംദാസ്, ഡോക്ടർ ബാസ് പിൻ, ഡോക്ടർ ഗീത അനല്ലു, ഇവിടെ പ്രഭാഷണം അവതരിപ്പിക്കാൻ പോകുന്ന ശ്രീമതി സുഗത പ്രസാദ്, എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രസിദ്ധ മൃദംഗ വിദ്വാൻ ഡോക്ടർ ജയകൃഷ്ണൻ, നാദബ്രഹ്മത്തിൻ്റെ ഭാരവാഹികളായ പ്രവീൺ സുകുമാരൻ, K വേണുഗോപാൽ, പ്രിയപ്പെട്ടവരെ, ജർമ്മൻ അസ്തിത്വചിന്തകനായ ഗബ്രിയേൽ മർസെൽ പറയുകയുണ്ടായി, ദി അതർ ഈസ് മൈ ബ്രദർ. വലിയൊരു മനുഷ്യ ദർശനം ലോകത്തിലേക്ക് കൊടുത്ത ഒരു എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫർ, അസ്തിത്വ ചിന്തകനായിരുന്നു ഗബ്രിയേൽ മർസെൽ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ വേദന, എൻ്റെ സഹോദരിയുടെ വേദന എൻ്റെ വേദനയാണ്. മൈ ബ്രദർ ഈസ് ദ പാർട്ട് ഓഫ് മൈ ബീയിങ് എന്നാണ് പറഞ്ഞത്. എൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ചിന്തയുടെ ഒരു സാക്ഷാത്കാരമാണെന്ന് ഇവിടെ നടക്കുന്നത് പറയാൻ എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. നാദ ബ്രഹ്മം എന്ന് പറയുന്ന ഈ മഹത്തായ സാംസ്കാരിക സംഘടന വലിയ ഒരു കാൽവെപ്പ്, ഇറ്റ്സ് എ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കാൽവെപ്പ് ഇന്ന് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ ഒരു ഹോസ്പിറ്റലല്ല നടത്തുന്നത് നമ്മൾ ആലോചിക്കണം. ഇതൊരു സാംസ്കാരിക സംഘടനയാണ്. ഇതുപോലെയുള്ളൊരു സബ്ജക്റ്റ് എടുത്ത് സമൂഹത്തിൻ്റെ നന്മയെ കാംക്ഷിച്ചുകൊണ്ട് നടത്തുന്നത്. നമുക്ക് നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കണം. ഇതിൻ്റെ പുറകിൽ കുറേ നാളായിട്ട് നല്ലൊരു ഹോം വർക്ക് ഇവർ ചെയ്തതിൻ്റെ ഫലമായാണ്. ഞാൻ പറഞ്ഞു, ഇന്നത്തെ സെമിനാറിന് വളരെ വലിയ നമ്പറാണ്. ഒരു സെമിനാറിന് ഇത്രയും ആൾക്കാരൊന്നും കാണില്ല. ഞാൻ പറഞ്ഞു, വൻ വിജയമാണ്. നമുക്കൊന്നുകൂടി കൈയടിക്കാം അവർക്ക് വേണ്ടിയിട്ട്. ഇനി ഇതിന് ശേഷം സാന്ത്വന സംഗീതം വരാൻ പോകുന്നു. അപ്പോൾ വളരെ ഈ സമൂഹത്തിലുള്ളവരുടെ വേദന മനസ്സിലാക്കുക, അവരൻ്റെ വേദന മനസ്സിലാക്കുക, ആ വേദന കുറയ്ക്കുവാനുള്ള വഴികൾ തുറക്കുക, സാധ്യതകൾ കണ്ടെത്തുക എന്ന് പറയുന്ന ആ ഒരു ചിന്തയും ദർശനവും വലിയൊരു കാര്യമാണ്. ഞാൻ പറയുകയാണ്, നിങ്ങൾ സമൂഹത്തിന് നൽകുന്ന വലിയൊരു മാതൃകയാണ്. ഒരു സാംസ്കാരിക സംവിധാനം എന്നുള്ള രീതിയിൽ നൽകുന്ന വലിയ ഒരു മാതൃകയാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഈ മ്യൂസിക് തെറാപ്പിയിൽ ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഓട്ടിസം, സെറബ്രൽ പാൾസി, മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അടിസ്ഥാനമാക്കുന്ന ഒരു കാര്യമാണ് ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത്. ലോകത്തിലെ സംഗീത ചികിത്സ വളരെയധികം പുരോഗമിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ജനറൽ മ്യൂസിക് തെറാപ്പിയുണ്ട്. അതുകൂടാതെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അമേരിക്കയിലെ കൊളറാഡോയിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത്. ജനറൽ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിനെ ബേസ് ചെയ്തതാണ്. ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് ന്യൂറോ സയൻസിന് ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുട്ടികളുടെ ബ്രെയിനിൽ കൂടുതൽ ന്യൂറോൺസ് സംഗീത പരിശീലനത്തിലൂടെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെയാണ് അവർക്ക് നമ്മൾ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് അല്ലെങ്കിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുന്നത്, സംഗീതത്തിന് വളരെയധികം സാധ്യതയുണ്ട്. ഈശ്വരൻ മനുഷ്യന് നൽകിയിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഒരു ഔഷധമാണ് സംഗീതം. ദിവ്യമായിട്ടുള്ള ഔഷധമാണ് ആ സംഗീതം. യഥാർത്ഥത്തിൽ ഈ പേര് തന്നെ അതാണ് കാണിക്കുന്നത്, നാദബ്രഹ്മം. നാദം, മ്യൂസിക്കൽ സൗണ്ടാണ് നാദം എന്ന് പറയുന്നത്. അപ്പോൾ ആ സംഗീതത്തിലൂടെ, സംഗീതത്തിൻ്റെ സ്പർശനത്തിലൂടെ മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പുഷ്ടിപ്പെടുത്താനുള്ള കഴിവ് സംഗീതത്തിനുണ്ടെന്നുള്ളത് ലോകം പല ഘട്ടങ്ങളിലായിട്ട് തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ ഫൈബ്രോ മയാൾജിയ എന്ന് പറയുന്ന ഈ
രോഗത്തിൻ്റെ, എനിക്ക് തോന്നുന്നു രണ്ടാമത് നല്ലൊരു കൈയടി കൊടുക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ ഈ ഡോക്യുമെൻ്ററി പ്രകാശനം അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്ത നിഷ നായർ. വളരെ ടച്ചിങ് ആയിരുന്നു അത്. നമുക്ക് നല്ലൊരു കൈയടി കൊടുത്താലാ സഹോദരി. വളരെ നല്ല ഒരു ഡീപ്പ് അവയർനെസ് നമുക്ക് നൽകുവാൻ അത് സഹായിച്ചു. അപ്പോൾ ഈ അസുഖം അതിൻ്റെ മ്യൂസിക് തെറാപ്പി ഡോക്ടർ രഘുനാഥ് ഓൾറെഡി അതിൻ്റെ ചില ഇൻട്രഡക്ഷൻസ് കൂടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ സംഗീതത്തിന് മനുഷ്യൻ്റെ വേദന കുറയ്ക്കുവാനുള്ള വലിയ കഴിവുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മധ്യമാവധി എന്നുള്ള രാഗം കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്താണ് പെട്ടെന്ന് അറിയാനുള്ള ഒരു ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർണാട്ടിക് മ്യൂസിക്കിൽ മംഗളം പാടുന്ന ഈ രാഗത്തിലാണ് മധ്യമാവധി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മംഗളം ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഈ രാഗത്തിന് മനുഷ്യൻ്റെ ഞരമ്പുകളുടെ പിരിമുറുക്കം കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. ലോക സമസ്ത സുഖിനോ ഭവന്തു ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ, അല്ലെങ്കിൽ മനസ്സ് കാമാകുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളും മനോഹരമാകും. അപ്പോൾ ഈ രാഗങ്ങൾക്ക് അല്ലെങ്കിൽ സംഗീതത്തിന് ഇത്തരത്തിലുള്ള വലിയൊരു കഴിവുണ്ട്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്ത് തരം സംഗീതം ഉപയോഗിക്കും ഇതിന് വേണ്ടിയിട്ട് മ്യൂസിക് തെറാപ്പിയിൽ? അത് ഈ പേഷ്യൻ്റ് അല്ലെങ്കിൽ ആരാണ് ഉപയോഗിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട സംഗീതമാണ്. അവർക്കൊരു രാഗം കേൾക്കണമെന്ന് പറയാൻ നിർബന്ധിക്കാനൊന്നും കേട്ടാൽ നല്ലത്, പക്ഷെ നിർബന്ധിക്കാൻ പറ്റില്ല നമുക്ക്. ആ വ്യക്തിക്ക്, ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ രാഗമൊന്നായിരിക്കില്ല ഇഷ്ടപ്പെടുന്നത്, വേറെ ഇപ്പോഴത്തെ മോഡേൺ മ്യൂസിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള സംഗീതം, പ്ലീസിങ് മ്യൂസിക്, ആ വ്യക്തിക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ചികിത്സയ്ക്കായിട്ട്. അപ്പോൾ ആ രീതിയിൽ സംഗീതത്തിന് നമ്മളുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സാധിക്കും. ഇവിടെ ഡോക്ടർ രഘുനാഥ് പറഞ്ഞു, കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണാണ് നമുക്ക് വരുമ്പോൾ സ്ട്രെസ് ഹോർമോണാണ്. അപ്പോൾ ഈ രോഗമുള്ളവർക്ക് സ്ട്രെസ്സ് കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് എല്ലാവരും ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ ആ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് സംഗീതത്തിന് വലിയ ശക്തിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവ് എനർജിയെ മാറ്റിയെടുക്കാനായിട്ടുള്ള വലിയ കഴിവ് സംഗീതത്തിനുണ്ട്. എനിക്കിന്ന് മുഖ്യമായി പറയാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്. ഇവിടെ ആരും പറയാത്തൊരു കാര്യമാണ് പ്രാണായാമ. യോഗയിലെ ഈ പ്രാണായാമ എന്ന് പറയുന്ന ഈ കാര്യത്തിന് വലിയ ശക്തിയുണ്ട്. മോസ്റ്റ് പവർഫുൾ മെഡിസിൻ. നമുക്കൊരു 10 പൈസ ചിലവില്ല ഈ പ്രാണായാമം. ഈശ്വരൻ ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. അതിരാവിലെ ഒരു 15 മിനിറ്റ് അനുലോമ വിലോമ പ്രാണായാമം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഈ ഫൈബ്രോമയാൾജി അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സൗഖ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് നമ്മുടെ ബ്രീത്തിങ്, നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ അത് ആക്ടിവേറ്റ് ചെയ്യുകയും അതുവഴിയായിട്ടുള്ള നമ്മളുടെ സ്ട്രെസ്സിൻ്റെ ലെവല് കുറയ്ക്കുകയും കൂടുതൽ സൗഖ്യം ഈ വ്യക്തികൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരൊറ്റ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യാമെന്ന് പറയുന്ന കുറച്ചൊരു പണിയുണ്ട്. 15 മിനിറ്റ് ഇരുന്ന് ചെയ്യാൻ ഞാൻ 30 വർഷമായിട്ട് പ്രാണായാമം ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു കൺവിക്ഷനിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഭയങ്കര ബെനിഫിഷ്യലായിട്ട് വരും. നമ്മുടെ എല്ലാ രോഗങ്ങളും, ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സമ്മതിക്കും, എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം? ഓക്സിജൻ ഡെഫിഷ്യൻസിയാണ് ഒരു പരിധി വരെ. അപ്പോൾ നമ്മൾ പ്രാണായാമത്തിലൂടെ ഓക്സിജൻ കൊടുക്കുകയാണ്. എനിക്ക് ഇവിടെ ഒരു വേദന വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ വരുന്നു, അപ്പോൾ ഇവിടെ എനിക്കൊരു വേദനയുണ്ടാവും. ആ വേദനയുടെ അർത്ഥം അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു എന്നുള്ളതാണ്. ആ ബ്ലഡ് സർക്കുലേഷൻ കുറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓക്സിജൻ സപ്ലൈ കുറയുന്നതാണ്, എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് അനുസരിച്ച്. അപ്പോൾ നമുക്ക് അതുപോലെ സ്ലീപ്പ് ക്വാളിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 2-3 മിനിറ്റ് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഉറക്കം കുറച്ചും കൂടി എളുപ്പത്തിൽ വരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഓക്സിജൻ ഫ്ലോ നമ്മുടെ ശരീരത്തിൽ
വന്നു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ക്ഷീണം മാറും. നമ്മുടെ ബ്രെയിൻ, ഇൻറ്റേർണൽ ഓർഗൻസ്, ബ്രെയിൻ, ഹാർട്ട്, ലിവർ, കിഡ്നി ഇതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. അപ്പം അതുകൊണ്ട് ഈ പ്രാണായാമ അത് മോസ്റ്റ് പവർഫുൾ മെഡിസിൻ. അത് ഇത്തരത്തിൽ രോഗം വരുന്നവരൊന്ന് ട്രൈ ചെയ്യണത് വളരെ വളരെ നല്ലതാണെന്നുള്ളൊരു സജഷനാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള രോഗികൾക്ക് ജഗദീശ്വരൻ ആശ്വാസം നൽകട്ടെ, സമാധാനം നൽകട്ടെ, നല്ല ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ എളിയവനായിട്ടുള്ള എനിക്കിങ്ങനെ ഒരു വലിയ ആദരം തന്നതിന് ഒരുപക്ഷെ തൃശ്ശൂരിൽ ഈ ആൽബത്തിൽ ലഭിക്കുന്ന ആദ്യത്തെ ആദരമായിരിക്കും നാദബ്രഹ്മത്തിൻ്റെ. വളരെയധികം നന്ദിയുണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്, നിങ്ങളുടെ സൗഹൃദത്തിന്, നിങ്ങൾ നൽകിയ ഈ അംഗീകാരത്തിന്. നാദബ്രഹ്മത്തിൻ്റെ ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ജഗദീശ്വരൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എനിക്കൊരു വാക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ സുഹൃത്ത് വിനോദ് കുറുപ്പത്ത്. അദ്ദേഹം കുറേ ആഴ്ചകൾക്ക് മുമ്പ് എന്നെ കോണ്ടാക്ട് ചെയ്ത് ഒരുപാട് അതിനുവേണ്ടി അതിൻ്റെ കോർഡിനേറ്ററായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിനും മറ്റെല്ലാ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.